ഹായ് ഹലോ. അപ്പം ഞങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞങ്ങളിപ്പോൾ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പം സിനിമ ഇറങ്ങിയിട്ട് ഇപ്പം 4-5 ദിവസമായി. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ പോയി കാണാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയണത്. എനിക്ക് സിനിമ അത്ര വർക്കായിട്ടില്ല. ഇപ്പം എനിക്കിഷ്ടപ്പെടുന്ന പടം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന പടം എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഈ ഒരു സിനിമ വർക്കായില്ല. മെയിനായിട്ട് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്താ പറയണത്, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള, ഞാൻ സ്പോയിലർ ഒന്നും ഞാൻ പറയില്ല, കാരണം ഇത് കാണാത്ത ഒരുപാട് പേരുണ്ടാവും. കാണണമെന്ന് ആഗ്രഹമുള്ളവർ പോയി കാണുക. അപ്പോൾ ഇതിപ്പം എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എവിടെയൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പല സ്ക്രിപ്റ്റിന് ആ ഒരു ഫീല് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലെനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പോഴത്തെ മലയാളം മൂവി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി രീതിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മാസപ്പടമായിട്ടാണ് ഇവർ ഇറക്കിയെങ്കിൽ ഓക്കെ, എനിക്ക് അതിനെ പറ്റിയൊന്നും പറഞ്ഞു. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതിൽ അവസാനത്തെ സ്റ്റണ്ടൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തെന്താണെന്ന് അറിയാമോ? നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഈ ഒരു സൂപ്പർ സിറമൊക്കെ എടുത്തിട്ട് ഫൈറ്റ് ചെയ്യുമല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സോൾജിയർ. ആ ഇതിലുള്ള വില്ലന്മാരെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് സൂപ്പർ സോൾജിയേഴ്സായിട്ടാണ്. അപ്പോൾ അത് എനിക്കൊട്ടും വർക്കായിട്ടില്ല. മേക്കിംഗ് ഒക്കെ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ എന്താ പറയണത്, ആ സിനിമയ്ക്ക് കുറച്ച് എന്താ പറയണ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വേഷമാണ്. ഇത്രയും നാൾ നമ്മൾ അങ്ങനെ ചാക്കോച്ചനെ കണ്ടിട്ടില്ല. അതൊരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു പോലീസ് ഓഫീസറായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പറഞ്ഞല്ലോ, ഈ ഒരു എന്താ പറയുന്നത്, എത്ര അടി കെട്ടിയാലും പണ്ടൊക്കെ നമ്മൾ ഈ പണ്ടത്തെ സിനിമയൊക്കെ നമ്മളിപ്പോൾ കാണുമ്പോഴും ഓക്കെ, അത് പണ്ടത്തെ കാലഘട്ടത്തിൽ ആ ഒരു രീതിയിൽ എടുത്തു നോക്കി നമുക്കത് ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ നല്ല ഇടിയുടെ ഒക്കെ പവർ എന്ന് പറഞ്ഞാൽ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇടിക്കുന്ന ഭയങ്കര സൗണ്ടിലൊക്കെയാണ്. അപ്പം അത്ര ഒരു ഇടി കെട്ടിയ ഒരാൾ നോർമലി വീണ്ടും എണീറ്റ് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അത് കുറച്ച് ലോജിക്ക് അവിടെ ആയിട്ട് എനിക്ക് എന്താ പറയണത് അത്രയ്ക്കങ്ങ് ശരിയായിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഇപ്പം ചാക്കോച്ചൻ അടി കിട്ടിയാലും എണീറ്റ് വരുന്ന ചാക്കോച്ചൻ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഫിസിക്കൽ കുറച്ചുകൂടെ എന്താ പറയണത്, ആൾക്ക് എന്താ പറയുക അടി കിട്ടിയാലും എണീറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വില്ലന്മാർ പ്രത്യേകിച്ചും അവരുടെ ഒരു അവസ്ഥയിൽ, ഞാൻ ആ അവസ്ഥ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലെങ്ങനെയാണ് ഇങ്ങനെ എത്ര ഇടി ഉണ്ടാലും എത്ര ഇടിച്ചാലും അവിടെ കിടക്കണ മരക്കട്ട എടുത്തടിക്കുന്നു, സ്ലാബ് എടുത്തടിക്കുന്നു, ടൈലെടുത്തടിക്കുന്നു, എന്നാലും ഒരു അനക്കവും ഇല്ല. അത് ഒട്ടും അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഇൻ്റർവെൽ വരെ എനിക്ക് ഓക്കെ ആയിരുന്നു, സിനിമ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇൻ്റർവെല്ലിന് ശേഷം ഒട്ടും തന്നെ എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറേ കാര്യങ്ങളും, പിന്നെ ഇതിൽ വില്ലന്മാരുടെ റിവഞ്ച് എനിക്കെന്താ പറയുക, ഇത്രയും എനിക്ക് എന്താ പറയുക, സിനിമയെ കുറ്റം പറയണമെന്ന് എനിക്കിഷ്ടമല്ല, സത്യം പറയാമല്ലോ. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. ഇതിപ്പോൾ ഞാനീ പറയുന്നതിന് ഒരുപാട് പേര് ഉണ്ട് സിനിമ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയനാണ്. എനിക്ക് കണ്ടപ്പം അല്ലെങ്കിൽ ഇതൊരു സൂപ്പർ സോൾജിയർ സിനിമ, അല്ലെങ്കിൽ ഇതൊരു സൂപ്പർ ഹീറോ മൂവി ആയിട്ട് ഇറക്കിയിരുന്നെങ്കിൽ നമ്മൾ ഓക്കെ, നമുക്ക് മനസ്സിലാവും ഇത് സൂപ്പർ ഹീറോ മൂവിയാണ്, ഇതിങ്ങനെയാണ് കാണേണ്ടത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊരു നോർമലായിട്ട് നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു സിനിമയായിട്ട് ഇറക്കുമ്പം അത് നമുക്കിപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു പെണ്ണാണ്, ഇതിലും പെണ്ണുങ്ങൾക്ക് അടി കിട്ടുന്നുണ്ട്. എനിക്കൊരു നല്ല അടി കിട്ടാൻ ഞാൻ അവിടെ കിടക്കും. എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ല, പോട്ടെ ഒരു 5-6 അടിയെങ്കിലും നമുക്ക് ചിലപ്പോൾ സഹിച്ചാൽ പറ്റിയെന്ന് വരും. ഇതെന്തോന്നടേ ഇത്ര അടി അടിച്ചാൽ ഇതെന്തോന്ന്, എനിക്കതൊട്ടും വർക്കായില്ല കേട്ടോ. അതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഓപ്പണായിട്ട് പറയണമെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അവസാനമൊക്കെ ആയപ്പം ഞാൻ വിചാരം കൂടി എന്തോ അവഞ്ചേഴ്സ്, ഇനി ലാസ്റ്റ് നമ്മൾ എഴുതി കാണിക്കുമ്പോൾ അവഞ്ചേഴ്സ് മ്യൂസിക് കൂടെ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഇപ്പം ഇച്ചായ എന്തൊക്കെയാണ് പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എനിക്ക് സ്റ്റോറിയിൽ അങ്ങനെ ഭയങ്കര സ്റ്റോറി കാര്യങ്ങളൊന്നുമില്ല. നോർമൽ നമ്മൾ കണ്ടും കേട്ടും ഉള്ള സ്റ്റോറീസാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ ആ ഒരു ജോണറിൽ വരുന്ന സിനിമയാണ്. അപ്പം നമ്മൾ ഈ പോലീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, നമ്മുടെ കേരള പോലീസ് ഒന്നാമത്തെ കാര്യം, നമ്മുടെ കേരള പോലീസ് മിടുക്കന്മാരാണ്, കിടിലമാണ് ആ കാര്യത്തിൽ. ഈ ക്രൈം അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുന്നത് പൊളിയാണ് നമ്മുടെ കേരള പോലീസ്. അപ്പം നമുക്ക് ഓൾറെഡിയേ നമുക്ക് ഈ പോലീസുകാർ എന്താണ് എന്നുള്ളൊരു ധാരണ നമുക്ക് തന്നെ ഉണ്ട്.
ഇതിനെ ഭയങ്കര ഒരു ഓവറായിട്ടൊക്കെ കാണിച്ച് ഭയങ്കര ഒരു തുടക്കത്തിലൊക്കെ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ശരി. അതിൽ ആ തുടക്കത്തിലൊരു ഫസ്റ്റ് സീനിലൊരു വൻ സാധനമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒന്നും പിന്നെ ഒന്നും കാണുന്നില്ല. എന്തല്ലോ അതൊക്കെ അങ്ങ് പോയി എവിടെയോ, അതൊക്കെ എവിടെ, അത് വലിയൊരു കേസാണത് അല്ലേ. ഞാൻ കഥ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. ഫസ്റ്റ് സീൻ കുഞ്ചാക്കോ ബോബൻ്റെ ഫസ്റ്റ് സീന് കാണുമ്പം ആ സീനിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റിൻ്റെ ഒന്നും പിന്നെ വരില്ല. എന്തോന്നടേ ഈ ലോകം, ഇങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ല. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ കേരള പോലീസ് എങ്കിൽ കൊള്ളാമല്ല. എങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും ഇവിടെ? ഒരു ലോജിക്കില്ല. ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇത് കേരള പോലീസ് പ്രതികരിക്കേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് റിയൽ സ്റ്റോറിയൊന്നും അല്ല, ശരിയാണ്. എന്നാലും നമ്മളൊരു ഇപ്പോഴത്തെ ഒരു നമ്മളെ മലയാള സിനിമയുടെ നിലവാരം എന്ന് പറയുന്നത് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നാച്ചുറാലിറ്റി, അല്ലെങ്കിൽ ഇതൊരു കത്തിപ്പടമായിരിക്കണം. ഇപ്പം തെലുങ്കിലൊക്കെ എടുക്കുന്ന കത്തിപ്പടം ഇല്ലേ, തെലുങ്ക് കന്നഡയിലൊക്കെ ഉള്ള പോലെ ഒരു കത്തിപ്പടമാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഓക്കെ, എന്തിനും ചെയ്തുകൊണ്ട് പോടേ. ഇതിപ്പോൾ അത്രയ്ക്ക് അടാറ് ലോജിക്കൽ മിസ്റ്റേക്സ് ഉണ്ട്. മേക്കിംഗ് സൂപ്പറാണ്. സ്ക്രിപ്റ്റിൽ ഭയങ്കരമായ പൊട്ടത്തരങ്ങൾ. നമ്മൾ മലയാളികൾ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിട്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഭയങ്കര പൊട്ടത്തരങ്ങൾ തോന്നി. ഭയങ്കരമായിട്ട് പൊട്ടത്തരങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഡയറക്ടർ പക്ഷേ ബ്രില്യൻ ഡയറക്ടർ, അങ്ങേര് കഷ്ടപ്പെട്ട് ആ പൊട്ട സ്ക്രിപ്റ്റിൻ്റെ ലോജിക്ക് ഒന്നും കാണാതെ അറിയാത്ത വിധത്തിൽ പൊതിഞ്ഞാണ് സിനിമ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആദ്യം മുതലേ ഇതെന്തോന്നടേ ഫസ്റ്റ് സീൻ കഴിഞ്ഞപ്പോഴേ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതൊരു ഭയങ്കര ഇൻസിഡൻ്റ് ആണ്. ഈ ഒരു ഫസ്റ്റ് സീനിൽ കാണിക്കുന്ന വൻ ഇൻസിഡൻ്റ് ആണ്, ഇതായിരിക്കും സിനിമയിൽ പിന്നീട് ഇതിൻ്റെ എന്തെങ്കിലും വരാതെ ഇരിക്കൂല. പോയി ഖതം പോയി. അത് പിന്നെ ഇല്ല സിനിമയിൽ. റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടല്ലോ, ഇതൊരു യൂണിവേഴ്സൽ ന്യൂസായി മാറിയാനത്, ഇന്ത്യ മൊത്തം അറിയുന്ന ഒരു ന്യൂസായാനത്. അതിനെപ്പറ്റി ഒന്നും പിന്നെ വന്നില്ല. അപ്പോഴേ എനിക്ക് ക്രിഞ്ചടിച്ച്, എന്തോന്നാണ് ഇത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ സ്റ്റണ്ട്, അത് അവൾ പറഞ്ഞല്ലേ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ, എനിക്ക് വയ്യ. എനിക്ക് അവസാനം വയ്യ, എനിക്ക് വയ്യാതായി. ഇടി കൊള്ളണവന്മാരുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വയ്യാതായി. എന്തെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഈ വേദന എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നി ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്ക് അറിഞ്ഞുകൂടായിരിക്കും കേട്ടാ. ഈ വേദന എടുക്കും. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു ആഘാതം ഉണ്ടായാൽ നമുക്ക് വേദനിക്കും. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രക്രിയ. അപ്പോൾ ഈ സിനിമയിലുള്ളവർക്ക് എന്തോ അസുഖമുണ്ട്, അങ്ങനെ ഒരു അസുഖമുണ്ട്, അതായത് വേദനിക്കില്ല. അത് ബ്രെയിൻ്റെ ഒരു എന്തിനാണ് സാധനം അടിച്ച് നിൽക്കുന്നവർക്ക് ഞാൻ പറയണില്ല, കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവുമെന്ന് വിചാരിച്ച് ഞാൻ പറയാനില്ല. ഒരു ലോജിക്കില്ല. വേദന എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ആളാണ് എഴുതിയിരിക്കുന്നത് സ്ക്രിപ്റ്റ് കേട്ടാ. എന്തിനാ ഞാൻ കൂടുതലൊന്നും പറയില്ല, നിങ്ങൾ കണ്ടു നോക്ക്. പക്ഷേ ഇതൊരു ഞാൻ വിചാരിച്ചു അപ്പോൾ പാഠം ഭയങ്കര കിടിലം കേട്ടോ. ആളുകൾ ഭയങ്കര അന്തം വിട്ടിരിക്കുകയാണ്. പക്ഷെ കാണണമല്ലോ. ഞാൻ അങ്ങനത്തെ പടങ്ങൾ പൊതുവെ അങ്ങനെ പറഞ്ഞാലും ഞാൻ ബിലോ ആവറേജ് എന്ന് വെച്ചാൽ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കാണുന്ന ആളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. നല്ല സിനിമയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ്. ഇതെനിക്ക് എൻജോയ്മെൻറ്റ് ആ ഫസ്റ്റ് സീനിൽ ആ ലോജിക്ക് പോയി. പിന്നീട് അതിനെപ്പറ്റി ഒന്നും വരാതെ വന്നപ്പോൾ എനിക്കത് കൂടിക്കൂടും. എന്താ സംഭവം? എവിടെ നമ്മൾ വിട്ട റോക്കറ്റ് എവിടെ പോയി? ആ റോക്കറ്റ് കാണാനില്ല. ഇപ്പം നമ്മൾ റോക്കറ്റ് ഇവിടെയാണ്, അതൊരു വലിയ സംഭവമല്ലേ. ആ റോക്കറ്റ് പോയി എവിടെ? ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അത് പോയി കഥം. എനിക്ക് ഭയങ്കര ലോജിക്കലി ഭയങ്കര മോശം. ഇപ്പോഴും ഈ ഒരു ഇത്രയും ലോജിക്ലെസ് ആയിട്ട് ഈ പഴയ രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതുന്നതിലോട് എനിക്ക് മേക്കിംഗ് കിടിലം. മേക്കിംഗ് ഞാൻ പറയാമല്ലോ, മേക്കിങ്ങിലാണ് ഈ പടം ഉള്ളത്. മേക്കിങ്ങും കുഞ്ചാക്കോ ബോബൻ എന്നുള്ള ആ ഒരു മനുഷ്യൻ കാരണമാണ് ഈ സിനിമ കണ്ടോണ്ടിരിക്കാൻ പറ്റണത്. അതർവൈസ് ഇത് ചിന്തിച്ചാൽ ഇപ്പം പറയും സിനിമയിൽ ചോദ്യമില്ല. ഇവിടെ സിനിമ ചോദ്യം ഉണ്ടേ, സിനിമ ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ ലൈഫ് എല്ലാം ഈ സിനിമ ഇൻസ്പയർ തന്നെയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പറയാത്തൊരു ഡയലോഗെങ്കിലും ഉണ്ട് സിനിമയിലൊരു ഡയലോഗെങ്കിലും. നമ്മൾ സിനിമ ആസ്വാദകരാണ് മലയാളികൾ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഈ കത്തിപ്പടങ്ങളൊക്കെ ഇപ്പോഴും വിജയിക്കുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ ഇത് വിജയിക്കില്ല. കേരളത്തിൽ ആ രീതി അല്ല. പക്ഷേ ഇത് ഇപ്പോഴും ആ സ്ക്രിപ്റ്റ് പഴയതും മേക്കിംഗ് കൊണ്ട് മാത്രം പടം കൊള്ളാം. അതർവൈസ് നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ പറഞ്ഞ നിങ്ങൾക്കും തോന്നും ഇത് എന്തായാലും നിങ്ങൾ കേട്ടിട്ട് പോകണ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് തോന്നും ശരിയാണല്ലോ. ആ സംഭവം എവിടെ? പിന്നെ എന്തോന്നാണ് ഇത് സൂപ്പർ സോൾജേഴ്സ്? എന്തോന്നാണ് റോബോട്ട് പോലും അത്ര നിൽക്കില്ല.
ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ടെർമിനേറ്റർ ആയുമാർ. എന്തിനാണ് ടെർമിനേറ്റർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടെർമിനേറ്റർ വന്ന് നിൽക്കണ പോലെയാണ് എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നു. സിനിമ ഈ മേക്കിംഗ് ഇല്ല, സ്ക്രിപ്റ്റ് ഭയങ്കര അടാറ് പോറും. ഇത്രേ എനിക്ക് പറയാവുള്ളൂ.